നമസ്കാരം, ഞാൻ വിഷ്ണു മന്നൂർ. എല്ലാവർക്കും വിസ് മീഡിയ 123 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് അവധി ദിവസമായതിനാൽ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് കരുതി. എന്നാൽ പിന്നെ ലാലേട്ടൻ മൂവി തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സിനിമ കാണാനായി ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി തിരഞ്ഞെടുത്തു തിരുവനന്തപുരത്തുള്ള കൈരളി നീലാശ്രീ എന്ന തിയേറ്ററായിരുന്നു. തമ്പാനൂരിനടുത്ത് തന്നെയാണ് ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. മറ്റുള്ള തിയേറ്ററിനെ അപേക്ഷിച്ച് ഇവിടെ സിനിമയുടെ ടിക്കറ്റ് നിരക്ക് കുറവാണ്. തിയേറ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഷോക്കേസിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി പുരസ്കാരങ്ങൾ ഷോക്കേസിൽ കാണാനായി സാധിക്കും. അതിൽ പലതും 100 ദിവസവും അതിലധികവും സിനിമ സക്സസ്ഫുള്ളായി റൺ ചെയ്തതിനുള്ള സർട്ടിഫിക്കറ്റുകളും പുരസ്കാരങ്ങളുമാണ്. പെട്ടെന്ന് എൻ്റെ കണ്ണുടക്കിയത് നമ്മുടെ ലാലേട്ടനും ഒപ്പം KL3 എന്ന നമ്പറുള്ള പഴയ അംബാസിഡർ കാർ. ഞാൻ നേരെ ഓടിച്ചെന്ന് ലാലേട്ടനൊപ്പം നിന്ന് ഒരു സെൽഫി എടുത്തു. സിനിമ തുടങ്ങുന്ന ടൈമായി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഓടി തന്നെ തിയേറ്ററിൽ കയറി. ഒരു അപ്കമിങ് യൂട്യൂബർ എന്ന നിലയ്ക്ക് എങ്ങനെ വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ അനൂപേട്ടനൊക്കെ ഒരു കഥ തൊല്ലോട്ടുമാ സാർ എന്ന യൂട്യൂബ് ചാനലിൽ പറയുന്നത് പോലെ ഈ സിനിമയുടെ തുടക്കത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ തന്നെ ശൈലി മതി ഇതിനെന്ന്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനുള്ളിൽ പ്രവേശിച്ചു. സിനിമ തുടങ്ങി. വളരെ നാളത്തെ കാത്തിരിപ്പാണ്. നമ്മുടെ ലാലേട്ടനും ശോഭന മാമും ഒന്നിച്ചുള്ളൊരു കോംബോ നമ്മൾ മലയാളികൾ കുറേ നാളായി കാത്തിരുന്നതായിരുന്നു. ലാലേട്ടന് പുറമെ ഈ ചിത്രത്തിൽ ഇർഷാദ് അലി, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ ആർഷ ചാന്ദിനി, മാത്യു തോമസ് എന്നിവരും അനശ്വര കലാകാരനായ പപ്പു ചേട്ടൻ്റെ വിനു പപ്പുവും. അദ്ദേഹം ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ചെയ്യുന്നത്. അടുത്തതായി എടുത്തു പറയാനുള്ളത് ഈ സിനിമയിൽ വില്ലൻ വേഷം ചെയ്തിരിക്കുന്ന പ്രകാശ് വർമ്മ സാറാണ്. അദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രത്തെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ എഴുന്നേറ്റ് ചെന്ന് 2 കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നി. അത്രയ്ക്ക് ഗംഭീരമായ അഭിനയമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. തുടരുമെന്ന മൂവി കണ്ടു കഴിഞ്ഞിരുന്നാൽ അതിലുള്ള വില്ലൻ ക്യാരക്ടർ ചെയ്ത ഇദ്ദേഹം പുതുമുഖ നടനാണെന്ന് ആരും പറയില്ല. കഥയുടെ ഒരു ചെറിയ ഹിന്റ് പറയാനാണെങ്കിൽ ഇതിലെ നമ്മുടെ ലാലേട്ടൻ ഷൺമുഖൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. നേരത്തെ താൻ തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെല്ലാം നിർത്തി കേരളത്തിൽ തൻ്റെ ഫാമിലിയായിട്ട് വന്ന് സെറ്റിൽ ചെയ്ത് ഈ തുടരുമെന്ന മൂവി നമുക്ക് വേണ്ടി സമ്മാനിച്ചത് സംവിധായകൻ തരുൺ മൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ, പഴയെന്ന് പറഞ്ഞാൽ വളരെ പഴയതല്ല, സെക്ഷൻ 42, തൃശ്ശൂവേരൂർ ക്ലിപ്ത, സൗദി വെള്ളരിക്ക, ഓപ്പറേഷൻ ജാവ മുതലായ സിനിമകളാണ്. കഥയുടെ ഒരു ചെറിയ ഹിന്റ് പറയാനാണെങ്കിൽ ഇതിലെ നമ്മുടെ ലാലേട്ടൻ ഷൺമുഖൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. നേരത്തെ താൻ തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെല്ലാം നിർത്തി കേരളത്തിൽ തൻ്റെ ഫാമിലിയായിട്ട് വന്ന് സെറ്റിൽ ചെയ്ത് സ്വന്തമായ ഒരു അംബാസിഡർ കാറിനകത്ത് ഉപജീവന മാർഗം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണക്കാരൻ തൻ്റെ സ്വന്തമായുള്ള അംബാസിഡർ കാറിൽ ടാക്സി സർവീസ് നടത്തി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാറ് ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെടുകയും അതന്വേഷിച്ച് പോകുമ്പോഴുള്ള ജീവിതത്തിൽ വരുന്നതുമായുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഒരു പരിധി വരെ കഴിയുമ്പോഴത്തേനും ദൃശ്യ മോഡലിലേക്ക് സിനിമ പോകുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. നമ്മളെപ്പോലൊക്കെയുള്ള ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ. കൂടുതൽ പറഞ്ഞ് ഞാൻ ഈ സിനിമയുടെ സസ്പെൻസ് ഒന്നും കളയുന്നില്ല. നിങ്ങൾ പരമാവധി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മേക്കിങ്ങും മ്യൂസിക്കും ആ തിയേറ്റർ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് നമ്മൾ കാണുന്ന കണക്ക് നമ്മുടെ വീട്ടിലെ ഇരുന്ന് കഴിഞ്ഞിരുന്ന ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. ഇതുപോലുള്ള വീഡിയോസ് തുറന്നും വേണമെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പറഞ്ഞ് ഞാൻ ഈ സിനിമയുടെ സസ്പെൻസ് ഒന്നും കളയുന്നില്ല. നിങ്ങൾ പരമാവധി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മേക്കിങ്ങും മ്യൂസിക്കും പിന്നെ ഇതുപോലുള്ള വീഡിയോസ് തുറന്നും വേണമെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം.